വീഡിയോസ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അതൊരു ഫെമിനിസ്റ്റ് പറയുന്നു പുള്ളിക്കാരി കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഒരു കുട്ടിയുണ്ടെന്ന്. അപ്പോൾ അവതാരക ചോദിച്ചു, അത് അത് മലയാളത്തിൽ എന്തോ അതിൻ്റെ വാക്ക് പറയുന്നത്, നമ്മുടെ അവിഹിതമല്ലയോ എന്ന്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കല്യാണം കഴിക്കാതെ ആണായാലും പെണ്ണായാലും, ആണിന് മക്കളുണ്ടാവുമെന്നല്ല, പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാതെ മക്കളുണ്ടാവുകയാണെങ്കിൽ അതിന് അവിഹിതം എന്നാണ് പറയുന്നത്. അപ്പോൾ അവതാരിക ചോദിച്ചു അത് അവിഹിതമല്ലയോ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി ആകെ വയലൻ്റായി അവതാരിക ചീത്ത പറഞ്ഞ് ഓടിപ്പോയി. അപ്പം അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് അവിഹിതം ചെയ്യാം, അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ്. അതുപോലെ വേറൊരു പെണ്ണ്, ഒരു സ്ത്രീ, പെണ്ണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്ത്രീ 35 വയസ്സ് കാണും. അവൾ പറയുന്ന അവൾ 10 പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന്. എത്ര പച്ചക്കാണ് തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്നത്. എന്നിട്ട് അതിനെ ട്രോളിയ ചെറുപ്പക്കാർ, ധാരാളം ആളുകൾ അതിനെതിരെ ട്രോളിയപ്പോൾ ആ പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് കരഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ സ്വന്തം നാക്കിൽ നിന്ന് വന്ന തോന്നിവാസങ്ങളുടെ ഫലമായിട്ടാണ് അവരെ ട്രോളുന്നത്. എന്നിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം വേണം മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി. കാര്യം അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇത് വേണ്ടാതീനങ്ങൾ വിളിച്ച് പറഞ്ഞ ലാസ്റ്റ് അവർക്ക് തന്നെ അത് തിരിച്ചടിയായി.